പോലീസ് അവിടെ ഗേറ്റൊക്കെ അടച്ച ആളുകളെ കൂടുതൽ അകത്തേക്ക് കടത്താതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവാണ് പ്രതിഷേധവുമായി അകത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ കൂടി എത്താനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിൽ അനുനയ ചർച്ചകൾ, നീക്കങ്ങളൊക്കെ എങ്ങനെ സജീവമായി നടക്കുന്നു? കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സൽമാൻ ഖുർഷിദ് അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട്, ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതേസമയം ഈ നേതാക്കളെ പൂർണ്ണമായിട്ടും തടയുന്നതിനായിട്ട് ഈ പോലീസ് സ്റ്റേഷന്റെ കവാടം പോലീസ് അടച്ചിരിക്കുകയാണ്. കനത്ത സുരക്ഷയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഗേറ്റിന് പുറത്ത് വലിയ തോതിൽ പ്രതിഷേധക്കാർ ഉണ്ട്. കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള പല നേതാക്കളും ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അവരെ പൂർണ്ണമായിട്ടും തടയാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പോലീസ് സ്റ്റേഷന്റെ പുറംഭാഗത്ത് വലിയ തോതിൽ പ്രവർത്തകർ എത്തുകയും രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം വിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളടക്കം വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ പൂർണ്ണമായിട്ടും തടയാനുള്ള ഒരു സമീപനത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഈ ഗേറ്റ് പൂർണ്ണമായിട്ടും അടച്ചിരിക്കുകയാണ്. ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പക്ഷേ അവരെ പൂർണ്ണമായിട്ടും തടഞ്ഞുകൊണ്ട് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് കൂടി കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും കടക്കുകയാണ്. എന്തായാലും സൽമാൻ ഖുർഷിദ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ഇവർ സംസാരിച്ചു വെച്ചിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിന്റെ മറ്റു പല നേതാക്കളും ഈ മേഖലയിലേക്ക്, ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സമരത്തിന് പിന്തുണയുമായിട്ട് എത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ഗേറ്റ് അടച്ചുകൊണ്ട് ആരെയും ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാത്ത രീതിയിലേക്കുള്ള ഒരു നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷന്റെ 200 മീറ്റർ അപ്പുറത്തേക്ക് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് കണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവിധത്തിലും ഒരു തടഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് കൂടി പോലീസ് കടക്കുകയാണ്. എന്തായാലും വലിയ മുദ്രാവാക്യങ്ങളുമായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകരും NSCUവിന്റെ പ്രവർത്തകരും അടക്കം ഈ പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അവരെ പൂർണ്ണമായിട്ടും വലിയ പ്രതിഷേധം തുടരുകയാണ്. കൂടുതൽ നേതാക്കൾ കൂടി രാഹുൽ ഗാന്ധി പ്രതിഷേധിക്കുന്ന പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. ഒരു വലിയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കേണ്ടി വരും കോൺഗ്രസിന്. ഒരുപക്ഷെ ഡൽഹി പോലീസ് നിലപാട് മാറ്റില്ലെങ്കിൽ